ഹായ്. പിമ്പിൾസ് ട്രീറ്റ്മെന്റിന് വന്നിരുന്നല്ലോ ഇവിടെ. എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ? അന്ന് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഇഫക്റ്റ് നല്ല രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിമ്പിൾസിന് കയ്യിൽ നിന്ന് ഫീൽ ഇട്ടിട്ടുണ്ടായിരുന്നു മെഷീൻ വെച്ച് ചെയ്തപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ടാകുമ്പോഴത്തേക്കും മുഖത്തുണ്ടായിരുന്ന വലിയ പിമ്പിൾസ് ഒക്കെ ചെറുതായി. പിന്നെ നോർമലി പിമ്പിൾസ് എല്ലാം പോയി അതിന്റെ കളകളോ ആക്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നില്ല. ഒന്നുമില്ല. പിമ്പിൾസിന്റെ ഇവിടെ 2 ഭാഗത്തും ഇല്ല. ആദ്യം കവളിന്റെ കവളിന്റെ സൈഡൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാം മാർക്കറ്റ് അല്ലേ? അപ്പൊ ഹാപ്പിയാണ് അല്ലേ? പിന്നെ വന്നിട്ടില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും വരുന്ന ഓരോ പിമ്പിൾസ് ഉള്ളൂ. അല്ലാണ്ട് പിന്നെ പിമ്പിൾസിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ ഓക്കെയാണ്, ഹാപ്പിയാണല്ലേ? താങ്ക് യു ഫോർ ദ റിവ്യൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് ഇപ്പോൾ ഒരു പിമ്പിൾസൊക്കെ ഉള്ള ഒരാൾ വരികയാണെങ്കിലും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സ്റ്റീമൊക്കെ വെച്ചിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം നമ്മളെടുക്കും. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്ന അതായത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഇത് ആദ്യവും ചെയ്യാം, അതായത് ഈ ക്ലീനപ്പിന് മുന്നേ ചെയ്യാം, ഈ ഞാൻ ചെയ്യുന്ന ഈ ഒരു സമയത്തും ചെയ്യാം. അതായത് വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത ആ ഒരു ടൈമിലും ഇത് ചെയ്യാം. ഞാനത് ഫേസിലെ പിമ്പിൾസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു വെജ് പീലിൻ്റെ പായ്ക്കുണ്ട്, ആ പായ്ക്കാണ് ആദ്യം വേണ്ടത്. വെജിറ്റബിൾ പീലിംഗ് എന്ന് പറയും. ഒരു ഹെർബൽ പ്രൊഡക്റ്റാണ്, കായ എന്നൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഈ വെജ് പീലിൻ്റെ കൂടെ ഹെർബൽ ആയിട്ടുള്ള കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്താണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഉണങ്ങണം, ഡ്രൈ ആവണം. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷമാണ് അത് ഫുള്ള് സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യും. അങ്ങനെ ഒരു ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ഫേസിൽ അപ്പോൾ തന്നെ പിമ്പിൾസ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം ഫേസിൽ കുറച്ച് അലോവേര ജെല്ല് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ഹൈ ഫ്രീക്വൻസി എന്നൊരു മെഷീൻ വയ്ക്കും. ഈ മെഷീനിൽ അടങ്ങിയിരിക്കുന്ന ആരഗൺ നിയോൺ എന്ന് പറയുന്ന ആ ഗ്യാസസ് ഈ പിമ്പിൾസിലെ ബാക്ടീരിയനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ, കുറച്ച് നശിപ്പിക്കാനായിട്ട് സഹായകമാണ്. ഇത് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് തലയിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെഷീനാണ്. ഹൈ ഫ്രീക്വൻസി എന്നാണ് പേര്. ഈ ഹൈ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഫലദായകമാണ്. അത് ചെയ്തവർക്ക്, അതായത് ഭയങ്കരമായിട്ട് ആക്നെ പോലെ സ്പ്രെഡായി നിൽക്കുന്ന പിമ്പിൾസിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില ആക്നെ പോലെയുള്ള പിമ്പിൾസ് കണ്ടാൽ അറിയാതെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും മാറില്ല. അങ്ങനെയുള്ളവർ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇടയ്ക്ക് ഫുഡിൻ്റെ അലർജി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിമ്പിൾസ് ഉണ്ട് ഫേസിൽ എപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്നത്, ആ ഒരു പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഈ ഹൈ ഫ്രീക്വൻസി വിത്ത് വെജ് പീൽ കൊണ്ട് സാധിക്കുന്നത്. ഇത് ചെയ്ത കുറേ അധികം പേർക്കും നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് എല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നീട് അലോവേര ജെല്ല് വെച്ച് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് മസാജ്. ക്രീം പിമ്പിൾസ് ഉള്ളവരാണ് യൂസ് ചെയ്യില്ല. ശേഷം പിമ്പിൾസിന് പറ്റിയ പിമ്പിൾസ് ഫേസിന് പറ്റിയ ഒരു ഫേസ് പാക്ക് ഉണ്ട്. അതങ്ങനെയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം റിമൂവ് ചെയ്യുന്നതാണ്. ഇതാണ് പിമ്പിൾസിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ബെസ്റ്റ് റിസൾട്ടുണ്ട്. ഇത് ചെയ്യാൻ പറ്റിയ ഫേസ് മാത്രമേ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യുകയുള്ളൂ. ഇത് ചെയ്തവരുടെ റിവ്യൂസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ ചെറിയ ടിപ്സ്, ഓരോ ചെറിയ കുഞ്ഞറിവുകൾ നിങ്ങൾക്കും വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. അപ്പോൾ കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.